പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 31, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി JD's കറണ്ട് അഫേഴ്സ്. ഏതൊരു കാര്യത്തിലും നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൽ കോൺഫിഡൻസ് ഉണ്ടാവുകയുള്ളൂ. അത് ബിസിനസ് ആയിക്കോട്ടെ, ട്രെയിനിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ആയിക്കോട്ടെ, എവിടെയും നമുക്ക് പ്രാക്ടീസ് ഉണ്ടായാൽ മാത്രമേ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ എപ്പോഴും അപ്പ് ലെവലിലേക്ക് അത് വർദ്ധിക്കുകയുള്ളൂ. കറണ്ട് അഫേഴ്സും അതുപോലെ തന്നെയാണ്. നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് നല്ല മാറ്റം ഉണ്ടാകും. ഇന്ന് 31 ജനുവരി നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് സുഭാൻഷു ശുക്ല ടു പൈലറ്റ് നാസാസ് ആക്സിയം 4 മിഷൻ. സുഭാൻഷു ശുക്ല നാസയുടെ ആക്സിയം 4 ദൗത്യത്തിന് പൈലറ്റായി. ആക്സിയം 4 എന്ന മിഷനിലെ ഇന്ത്യൻ ആസ്ട്രോനോട്ട് സുഭാൻഷു ശുക്ല പൈലറ്റാകാൻ പോവുകയാണ്. ഇതൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പോകാം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള വരാനിരിക്കുന്ന ആക്സിയം 4 ദൗത്യത്തിനായി നിയോഗിക്കപ്പെട്ട ഇന്ത്യൻ ബഹിരാകാശ യാത്രികന്റെ പേരെന്താണ്? സുഭാൻഷു ശുക്ല. ഇന്ത്യൻ ആസ്ട്രോനോട്ട് ആയിട്ടുള്ള സുഭാൻഷു ശുക്ല അദ്ദേഹമാണ് വരാൻ പോകുന്ന ആക്സിയം 4 എന്ന അമേരിക്കയുടെ ഒരു മിഷൻ ഇതിലേക്ക് നിയുക്തനായിട്ടുള്ളത്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്കുള്ള ഒരു അവസരമാണ് ഇന്ത്യൻ ആസ്ട്രോനോട്ട് ആയിട്ടുള്ള സുഭാൻഷു ശുക്ലയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. ആക്സിയം 4 എന്ന മിഷനിലേക്ക് വേണ്ടിയാണിത്. ഏത് ഇന്ത്യൻ ബഹിരാകാശ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട 4 ബഹിരാകാശ യാത്രികരിൽ ഒരാളായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ സുഭാൻഷു ശുക്ല. ഗഗൻയാൻ ദൗത്യം. ഇന്ന് ഗഗൻയാൻ മിഷന് വേണ്ടി 4 ആസ്ട്രോനോട്ട്സ് ആണുള്ളത്. ഈ 4 ആസ്ട്രോനോട്ട്സിലെ ഒരാളാണ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ സുഭാൻഷു ശുക്ല. ഇന്ത്യൻ എയർഫോഴ്സിന്റെ പൈലറ്റായിട്ടുള്ള ഗ്രൂപ്പ് ക്യാപ്റ്റൻ സുഭാൻഷു ശുക്ലയാണ് ഗഗൻയാൻ മിഷനിലെ ഒരു വ്യക്തി. അദ്ദേഹത്തിനാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അവസരം ലഭിച്ചിട്ടുള്ളത്. അതായത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്കുള്ള ആ മിഷൻ, ആക്സിയം 4ന്റെ മിഷനിലേക്കുള്ള അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള അവസരം. അദ്ദേഹമായിരിക്കുള്ളൂ ആക്സിയം 4 എന്ന ആ മിഷൻ പൈലറ്റ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യ ബഹിരാകാശ യാത്രികൻ ആരായിരിക്കും? സുഭാൻഷു ശുക്ല. അപ്പൊ സുഭാൻഷു ശുക്ലയെ ആണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് ഒരു ആസ്ട്രോനോട്ട് ഈ ഒരു അവസരം ISSലേക്ക് പോകാൻ പോകുന്നത്. ISS ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ, ഇത് നാസയുടെ ഒരു സ്പേസ് സ്റ്റേഷൻ ആണ്. 1998 നവംബർ 20 ISS ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഏതാണ്ട് 7.66 കിലോമീറ്റർ പെർ സെക്കൻഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്പേസ് സ്റ്റേഷൻ ആണ് ISS. അതായത് മണിക്കൂറിൽ 28,000 കിലോമീറ്റർ എന്ന ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 15,000 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റ് ആണ് ISS. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ആക്സിയം 4 ദൗത്യം ഏത് ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് വിക്ഷേപിക്കുക? ഫ്ലോറിഡയിലെ കെന്നഡി ബഹിരാകാശ കേന്ദ്രം, കെന്നഡി സ്പേസ് സെന്റർ ഇൻ ഫ്ലോറിഡ. ഇവിടെ നിന്നാണ് ആക്സിയം 4 എന്ന മിഷൻ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ പൈലറ്റായിട്ടാണ് ഇപ്പോൾ ഇന്ത്യയിലെ ആസ്ട്രോനോട്ട് ആയിട്ടുള്ള ഗ്രൂപ്പ് ക്യാപ്റ്റൻ സുഭാൻഷു ശുക്ലയെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ലോഗോ ആൻഡ് മാസ്കറ്റ് ആൻഡ് വീൽഡ് ഫോർ 23rd നാഷണൽ പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് 2025. 2025 23ാമത് ദേശീയ പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിനുള്ള ലോഗോയും മാസ്കറ്റും അനാച്ഛാദനം ചെയ്തു. ഇപ്പോൾ 23ാമത്തെ നാഷണൽ പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് നടക്കാൻ പോവുകയാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നാഷണൽ ഗെയിംസ് ആണ് ഉത്തരാഖണ്ഡിൽ. അതോടൊപ്പം തന്നെ ഇപ്പോൾ വരാൻ പോകുന്ന അടുത്തൊരു സ്പോർട്സ് ഈവന്റ് ആണ് 23ാമത്തെ നാഷണൽ പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 23ാമത് ദേശീയ പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് 2025 എവിടെയാണ് നടക്കുക? തമിഴ്നാട്ടിലാണ് വരാൻ പോകുന്ന 23rd നാഷണൽ പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് നടക്കാൻ പോകുന്നത്. 23ാമത് ദേശീയ പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് 2025 ഏത് തീയതിയിലാണ് നടക്കുന്നത്? 2025 ഫെബ്രുവരി 17 മുതൽ ഫെബ്രുവരി 20 വരെ. 17 ഫെബ്രുവരി മുതൽ 20 ഫെബ്രുവരി വരെ 23rd നാഷണൽ പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് നടക്കാൻ പോകുന്നത്. ഇന്ന് പാരാ അത്ലറ്റിക്സിൽ പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന അത് നാഷണൽ പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ആണ്. അതോടൊപ്പം തന്നെ ഉള്ള മറ്റൊന്ന് പറയുമ്പോൾ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസും അതും ഏറ്റവും ടോപ്പ് ലെവലിൽ വരുന്ന ഒന്നാണ്. പാരാ അത്ലറ്റിക്സ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് 2025 സെപ്റ്റംബർ 26 മുതൽ ഒക്ടോബർ 5 വരെ ഏത് രാജ്യമാണ് ആദ്യത്വം വഹിക്കുക? ഇന്ത്യ. വരാൻ പോകുന്ന ഒരു ഇന്റർനാഷണൽ ഈവന്റ് ആണ് പാരാ അത്ലറ്റിക്സ് വേൾഡ് ചാമ്പ്യൻഷിപ്പ്. വേൾഡ് ചാമ്പ്യൻഷിപ്പിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ നാഷണൽ പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നടക്കാൻ പോകുന്നത്. വരുന്ന ഫെബ്രുവരി 17 മുതൽ 20 വരെ
പാരാ അത്ലറ്റിക്സ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് നടക്കാൻ പോകുന്നത് ന്യൂഡൽഹിയിലാണിത് ആദ്യത്തെ വഹിക്കാൻ പോകുന്നത് സെപ്റ്റംബർ 26 മുതൽ ഒക്ടോബർ 5 വരെ. ഇന്ത്യയിലെ നിലവിലെ കേന്ദ്ര കായിക മന്ത്രി ആരാണ്? ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. ദി കറന്റ് യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്പോർട്സ് ഇൻ ഇന്ത്യ ഈസ് ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. ഗ്രെഗ് ബെൽ, ഹു റീസെന്റ് പാസ്ഡ് അവേ, വാസ് എ ഫേമസ് ലോങ് ജമ്പർ. അടുത്തിടെ അന്തരിച്ച ഗ്രെഗ് ബെൽ പ്രശസ്ത ലോങ് ജമ്പർ ആയിരുന്നു. അദ്ദേഹം ഏത് രാജ്യക്കാരനായിരുന്നു? നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ജനുവരി 25 അന്തരിച്ച ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവ് ഗ്രെഗ് ബെൽ ഏത് രാജ്യക്കാരനാണ്? അമേരിക്ക. അമേരിക്കയിലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ലോങ് ജമ്പർ ആയിരുന്നു ഗ്രെഗ് ബെൽ. അദ്ദേഹം ഈ കഴിഞ്ഞ ജനുവരി 25 അന്തരിച്ചു. 94-ാമത്തെ വയസ്സിൽ ആണ് അദ്ദേഹം അന്തരിച്ചിട്ടുള്ളത്. വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ലോങ് ജമ്പർ ആയിരുന്നു ഗ്രെഗ് ബെൽ. 1950-കളിലെ ലോകത്തിലെ മുൻനിര പുരുഷ ലോങ് ജമ്പറായ ഗ്രെഗ് ബെൽ ഏത് ലോങ് ജമ്പറുടെ റെക്കോർഡിനടുത്തായിരുന്നു? ജെസ്സി ഓവൻസ് 8.13 മീറ്റർ. ജെസ്സി ഓവൻസിന്റെ ലോങ് ജമ്പ് റെക്കോർഡ് ആണ് 8.13 മീറ്ററിനെ തൊട്ടടുത്ത്, അതായത് 8.10 ലെവലിലേക്ക് എത്തിയിട്ടുള്ള വ്യക്തിയായിരുന്നു ഗ്രെഗ് ബെൽ. ജെസ്സി ഓവൻസിനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം 1936 ഒളിമ്പിക്സിൽ 4 ഗോൾഡ് മെഡൽ നേടിയിട്ടുള്ള, അന്നത്തെ കാലത്ത് അതായത് 1936 4 ഗോൾഡ് മെഡൽ നേടിയിട്ടുള്ള വ്യക്തിയാണ്. ലോങ് ജമ്പിലും അതുപോലെ തന്നെ സ്പ്രിന്റിലുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ റെക്കോർഡുകൾ എന്ന് പറഞ്ഞാൽ 100 മീറ്റർ, 200 മീറ്റർ, ലോങ് ജമ്പ്, 4x100 മീറ്റർ, റിലേ എന്നിവയിൽ സ്വർണം നേടിയിട്ടുള്ള വ്യക്തിയായിരുന്നു ജെസ്സി ഓവൻസ്. അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് ആണ് ലോങ് ജമ്പിൽ 8.13. അതിന് തൊട്ടടുത്ത് എത്തിയിട്ടുള്ള വ്യക്തിയായിരുന്നു ഗ്രെഗ് ബെൽ, 8.10 മീറ്റർ. ലോങ് ജമ്പിൽ ജെസ്സി ഓവൻസിന്റെ റെക്കോർഡ് ആരാണ് തകർത്തത്? റാൽഫ് ബോസ്റ്റോൺ ഇൻ 1960. 1960-ൽ റാൽഫ് ബോസ്റ്റോൺ ആണ് ജെസ്സി ഓവൻസിന്റെ 8.13 മീറ്റർ എന്ന റെക്കോർഡ് തകർത്തിട്ടുള്ളത്. ജെസ്സി ഓവൻസിന്റെ 8.13 മീറ്റർ ലോങ് ജമ്പ് റെക്കോർഡ് ഏത് വർഷത്തിലാണ് നേടിയത്? 1935-ലാണ് ജെസ്സി ഓവൻസ് 8.13 എന്ന ആ ഒരു റെക്കോർഡ് ഉണ്ടാക്കിയിട്ടുള്ളതും. അത് കഴിഞ്ഞ് ആ ഒരു റെക്കോർഡ് തകർത്തിട്ടുള്ളത് റാൽഫ് ബോസ്റ്റോൺ 1960-ലാണ്. അത്രയും വർഷം ആ റെക്കോർഡ് ആർക്കും തകർക്കാൻ സാധിച്ചില്ല. അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ജെസ്സി ഓവൻസ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഹിസാഷി ടക്കേച്ചി വാസ് റീസെന്റ് റീഅപ്പോയിന്റഡ് ആസ് ദി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആൻഡ് MD. ഹിസാഷി ടക്കേച്ചി അടുത്തിടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായും MDയുമായി വീണ്ടും നിയമിതനായി. അദ്ദേഹം ഏത് കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്നു? നമുക്ക് നോക്കാം. 2025 ജനുവരി 29 മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായി ആരെയാണ് വീണ്ടും നിയമിച്ചത്? ഹിസാഷി ടക്കേച്ചി. ഹിസാഷി ടക്കേച്ചി അദ്ദേഹം മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും മാനേജിംഗ് ഡയറക്ടറുമായിരുന്നു. അദ്ദേഹത്തെ വീണ്ടും ആ ഒരു സ്ഥാനത്തേക്ക് റീഅപ്പോയിന്റഡ് ചെയ്തു. ഏത് വർഷത്തിലാണ് മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡ് ഹിസാഷി ടക്കേച്ചിയെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിച്ചത്? 2022 ഏപ്രിൽ 1. 2022 ഏപ്രിൽ 1 മുതൽ മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ് ഹിസാഷി ടക്കേച്ചി. അദ്ദേഹം അടുത്തൊരു 3 വർഷം കൊണ്ട് ഈ ഒരു കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും മാനേജിംഗ് ഡയറക്ടറും ആയിരിക്കും. ഇന്ത്യയിൽ മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡിന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി ഹരിയാന ബോർഡറിലാണ് മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡിന്റെ ആസ്ഥാനം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ജിയോഫ് അലാർഡിസ് ടു സ്റ്റെപ്പ് ഡൗൺ ആസ് ICC ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എഹെഡ് ഓഫ് ചാമ്പ്യൻസ് ട്രോഫി. ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായി ICC ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സ്ഥാനത്ത് നിന്ന് ജെഫ് അലാർഡിസ് സ്ഥാനമൊഴിയും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അടുത്തിടെ രാജിവെച്ച ഓസ്ട്രേലിയക്കാരനായ ജെഫ് അലാർഡിസ് ഏത് സംഘടനയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്നു? അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ ICCയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്നു ഓസ്ട്രേലിയൻ സ്വദേശിയായിട്ടുള്ള ജെഫ് അലാർഡിസ്. അദ്ദേഹം ഏറ്റവും ഈയടുത്ത് അദ്ദേഹം രാജിവെച്ചു. ഏത് അന്താരാഷ്ട്ര ടൂർണമെന്റിന് മുന്നോടിയായി ജെഫ് അലാർഡിസ് ICC ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു? ചാമ്പ്യൻസ് ട്രോഫി വരാൻ പോവുകയാണ്. ഇതിന് തൊട്ട് മുന്നോടിയായിട്ടാണ് ജെഫ് അലാർഡിസ്, ICCയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന ജെഫ് അലാർഡിസ് ഈ ഒരു സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നത്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ജയ് ഷാ.
ജയ്ഷയാണ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ. ICCയുടെ ഹെഡ്ക്വാർട്ടർ ആണ് ദുബായ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ്, ലസീം ഈസ് എ ട്രഡീഷണൽ ഫോക്ക് ഡാൻസ് ഒറിജിനേറ്റിംഗ് ഫ്രം മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു പരമ്പരാഗത നാടോടി നൃത്തമാണ് ലസീം. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ലസീം അല്ലെങ്കിൽ ലാസിയം ഏത് സംസ്ഥാനത്തെ ഒരു നാടോടി നൃത്തമാണ്? മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയുടെ ഒരു നാടോടി നൃത്തമാണ് ലസീം അല്ലെങ്കിൽ ലാസിയം. ലസീം നൃത്തം ചെയ്യാൻ ഉപയോഗിക്കുന്ന ജിംഗ്ലിംഗ് സിംബിൾസിലുള്ള ചെറിയ സംഗീത ഉപകരണത്തിന്റെ പേരെന്താണ്? ലസ്യം. ലസ്യം എന്ന് പറയുന്നത് ഒരു നാടോടി നൃത്തമാണ്. മഹാരാഷ്ട്രയിലെ ഒരു ഫോക്ക് ഡാൻസ് അല്ലെങ്കിൽ മഹാരാഷ്ട്രയുടെ ഒരു നാടോടി നൃത്തമാണ് ലസ്യം. വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു നൃത്തമാണത്. ഈ നൃത്തത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് ജിംഗ്ലിംഗ് സിംബിൾസ്. ഈ ഒരു ഉപകരണം വെച്ചാണ് ലസീം എന്ന ഒരു നാടോടി നൃത്തം ഉള്ളത്. ഇത് മഹാരാഷ്ട്രയിലെ ഒരു വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഫോക്ക് ഡാൻസ് ആണ്. നമ്മൾ ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സും അതുമായി ബന്ധപ്പെട്ട ജനറൽ നോളജ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ കുറച്ച് സമയം ഇതിനുവേണ്ടി മാറ്റിവെക്കൂ. നമുക്ക് തീർച്ചയായിട്ടും നല്ല മാറ്റങ്ങളുണ്ടാകും. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.